എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിമാന പ്രശ്നമായി നിൽക്കുകയാണ് ബീഹാർ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ NDA, അതായത് BJP നേതൃത്വം നൽകുന്ന NDA ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബീഹാറിൽ എങ്ങാനും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ നരേന്ദ്രമോദിയുടെ മുഖം തന്നെ പോകുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിനു പകരം ഇന്ത്യ മുന്നണിയാണ് ഭരണം പിടിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കും. ബീഹാർ മുതൽ ഇന്ത്യ രാജ്യം മുഴുവൻ കീഴടക്കാൻ കഴിയുന്നത്ര തരത്തിലേക്ക് കോൺഗ്രസ് മാറാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ മുസ്ലിം വോട്ടുകൾ വെട്ടാൻ ശ്രമമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ഈ സമയത്ത് അതിൻ്റെ പിന്നിൽ വലിയ കളികളാണ് നടക്കുന്നത്. അതായത് നമുക്കറിയാം, മഹാരാഷ്ട്ര, ഹരിയാന, അതുപോലെ UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്നത് വോട്ടുകൾ കൂട്ടത്തോടെ മോഷണം ചെയ്തു എന്നുള്ള വാർത്തകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. ഒരിടത്ത് EVM അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എതിരാളികളെ തോൽപ്പിക്കുന്ന രീതി BJP പിന്തുടർന്നു. അത് ഹരിയാനയിൽ വച്ച് നമ്മൾ കണ്ടു. ഹരിയാനയിൽ 99% പല EVM മെഷീനുകളും ചാർജ് ചെയ്യപ്പെട്ട രീതിയിലേക്ക് വരുമ്പോഴാണ് അവർ പേടിച്ചതും മഹാരാഷ്ട്രയിൽ മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയതും. കൂട്ടത്തോടെ വോട്ടുകൾ സൃഷ്ടിക്കുക, ഒരേ വീട്ടിൽ തന്നെ 7000 വോട്ടുകൾ, ഒറ്റയടിക്ക് 70 ലക്ഷത്തോളം വോട്ടുകൾ പുതിയത്, ഇങ്ങനെയുള്ള ശ്രമങ്ങളുമായി BJP മുന്നോട്ട് വന്നിട്ടാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പിൽ BJP ജയിച്ചത് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതൊക്കെ വളരെ വ്യക്തമായി കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യസഭയിലും ലോകസഭയിലും വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അവിടുന്ന് വരുന്ന വാർത്തകൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമല്ല. കാരണം 80,000 മുസ്ലിം വോട്ടർമാരെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ BJP ശ്രമിക്കുന്നു എന്നാണ് ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ ദക്ക മണ്ഡലത്തിലാണ് വോട്ട് വെട്ടാൻ ശ്രമം നടന്നതെന്നാണ് അവരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആരോപണമല്ല. നേരെ മറിച്ച് BJP ചെയ്യുന്ന കണക്കുകളെക്കുറിച്ച് വളരെ വ്യക്തമായി ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയാണിത്. ദക്കയിലെ BJP MLA പവൻകുമാർ ജയ്സ്വാളിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പേരിലും പട്നയിലെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുമാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. 78,000-ലധികം മുസ്ലിം വോട്ടർമാർ ഇന്ത്യൻ പൗരന്മാരല്ല എന്നാരോപിച്ചുകൊണ്ടാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടാൻ നൽകിയ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പലതരത്തിലും കോൺഗ്രസ് മുന്നണിയെ തോൽപ്പിച്ച് BJP അധികാരത്തിലെത്തിയത് ഏത് തരം കള്ളക്കളികളാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അത് ബീഹാറിലും അതേപടി സ്വീകരിക്കാമെന്നുള്ള NDA മുന്നണിയുടെ നീക്കം അത് അപ്പാടെ പരാജയപ്പെടുത്തുന്നതായിരുന്നു. ബീഹാറിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ട് ചോരി യാത്ര അത് കണ്ടതു മുതൽ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പേടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും BJP പറയുന്നത് പോലെ നിന്നാൽ തങ്ങളെ പച്ചയ്ക്ക് പിടിക്കും എന്നുള്ളത് വളരെ വ്യക്തമായതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ BJPയുടെ വാദങ്ങൾക്ക് അല്ലെങ്കിൽ BJPയുടെ നീക്കങ്ങൾക്ക് കൂട്ടുകൂടാൻ ഒരു ഉദ്യോഗസ്ഥനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനിടയിലാണ് ഇപ്പോൾ 80,000 മുസ്ലിം വോട്ടർമാരെ തള്ളിക്കൊണ്ട് ബീഹാറിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഈ വാദങ്ങൾ തള്ളി ADGP, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ജില്ലാ ഓഫീസർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർക്ക് അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. ദക്ക നിയോജക മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരെ കൂട്ടത്തോടെ ഇല്ലാതാക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ആസൂത്രിതവും ലക്ഷ്യബോധത്തോടെയുമുള്ള ശ്രമമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. തെറ്റായ വിവരങ്ങൾ നൽകി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കുന്നത് വലിയ കുറ്റകരമാണ്. ഓരോ പൗരൻ്റെയും ഏറ്റവും കുറഞ്ഞ ആവശ്യമാണ് അവന് ജനാധിപത്യത്തിൽ പങ്കെടുത്ത് വോട്ട് ചെയ്ത് ഒരാളെ വിജയിപ്പിക്കാമെന്നുള്ളത്. അതാണ് ഇവിടെ ഇല്ലാതാക്കാൻ പോകുന്നത്. എന്നാൽ ദക്കയിലെ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ശ്രമത്തിനെതിരെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഒരു നടപടിയും സ്വീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒക്ടോബർ 1-നാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നത്. വെറും 2 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. റിപ്പോർട്ടിനെ കുറിച്ച് പവൻ ജയ്സ്വാൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പ്രതിപക്ഷമായ RJD 40,000 ഹിന്ദു വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചതായി
അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ MLA തെളിവ് നൽകാൻ നിരസിച്ചുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പ്രദേശവാസികൾ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഒരിക്കലും ഏത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന BJPയും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു കാര്യം ഓർക്കുക. ബീഹാറിൽ സീമാഞ്ചൽ എന്ന പ്രദേശം വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടുത്തെ ഉള്ള വോട്ടുകൾ ഏകദേശം 25ഓളം നിയമസഭാ സീറ്റുകൾ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടം നടത്തിയാൽ അത് വലിയ തിരിച്ചടി ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ്. പക്ഷേ വളരെ കൃത്യമായി ഇത് മുൻകൂട്ടി കണ്ടെത്തി BJPയുടെ നീക്കങ്ങളെ തകർത്തെറിയുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി.